ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഗെയിമിംഗ് പ്രോഗ്രാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മൾ NFS ഹീറ്റ് പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഗായ്സ്, നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമ്മളൊരു പുതിയ കാർ എടുത്തുള്ളൂ ഗായ്സ്. നമ്മളെ ആളെ ചെറുക്കൊക്കെ ഒന്ന് മാറ്റി, ആളെ തന്നെയാണ് ആളെ ചെറുക്കൊക്കെ ഒന്ന് മാറ്റി നമ്മളെ വണ്ടി ഒന്ന് മാറ്റി ഗായ്സ്. ഒരു വമ്പ സീൻ വണ്ടി. ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കാണിച്ചു തരുന്നില്ല. ഞാൻ അതിലിടക്ക് എടുത്തിരുന്നു. പിന്നെ ഗായ്സ്, ഈ ഒരു വണ്ടി പൊളി സാധനമാണ്. ഞാൻ ആദ്യം ഈ വണ്ടി എവിടുന്ന അത് പുതിയൊരു വണ്ടിയൊക്കെ കിട്ടണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് ഗായ്സ്, മാപ്പ് ഒന്ന് ചുറ്റപ്പുള്ള ഡീലർഷിപ്പ് കാണുന്നു. അവിടെ പോയി നോക്കുമ്പോഴാണ് ഗായ്സ് വമ്പ സീം വണ്ടിയുണ്ട്. അത് കാണിച്ചൊരു ഗെയിം വന്നുകാണ്ട് ഗായ്സ് ഞങ്ങൾക്ക് കാണിച്ചൊരു വണ്ടികളൊക്കെ. അപ്പൊ ഗായ്സ്, നമ്മളടുത്തുള്ള വണ്ടി എന്ന് പറയുമ്പോൾ അല്ലാക്കിന്റെ സാധനമാണ്. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെക്കാളും കുറച്ചും കൂടി സ്പീഡും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഗായ്സ്, നമ്മളെ ഗെയിം ലോഡിംഗ് ആണ്. ഇന്ന് ഗായ്സ് നമ്മൾ NFS ഹീറ്റിന്റെ കൂടെ ഗ്രാനി കളിച്ചിട്ടുണ്ട് ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രാനി. ചിലവർക്ക് വലിയതില്ലെങ്കിലും കുറച്ചാൾക്കാർ ഗ്രാനിന്റെ ഫാനാണ്. അപ്പൊ ഗായ്സ്, ഈ ഗ്രാനി 1 ഞാൻ കളിച്ചാൽ പോകണം. അതായത് ഇന്നൊരു വീഡിയോ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണണം ഗായ്സ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാനി നമുക്ക് പോകും. നമ്മളെ ഗെയിമിൽ ലോഡിങ് ആണ് ഗായ്സ്. നമ്മളെ കാറ് നമ്മള് ഡീലർഷിപ്പിന്റെ ആ ഷോപ്പ് ആദ്യം കെട്ടാണ് പോണ്. നമ്മൾക്ക് എല്ലാ വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരണം ഗായ്സ്. ഞാൻ ഈ കുറെ വണ്ടികൾ കണ്ട് ഗായ്സ് എനിക്കൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് നമുക്ക് ലെവല് വേണം. നമ്മളിപ്പോ ബീഗിനറല്ലേ, നമ്മൾ കുറച്ച് കളിച്ചങ്ങാണ്ട് ലെവല് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗായ്സ്. എല്ലാവർക്കും കേൾക്കേണ്ടി വിചാരിക്കണം. Come on. ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗായ്സ്. നമ്മളെ സബ്സ്ക്രൈബിന്റെ ടാർഗറ്റ് ഈ ഒരു വീഡിയോക്ക് ഗായ്സ്, ഈ ഒരു വീഡിയോക്ക് ഏകദേശം കുറച്ചുള്ളൂ. ഒരു 20-25 മേലൊക്കെ ലൈക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഗായ്സ് ഞാൻ ഫിയർ ടു ഫേഡ് എന്ന് അറിയാണ്ട് ഒരു ഗെയിം കളിക്കുന്നതാണ്. അലകിന്റെ സാധനമാണ് ഗെയിം. അതാണ് ഗായ്സ് നമ്മളെ ന്യൂ കാർ. എങ്ങനെയുണ്ട് ലുക്ക് ഗായ്സ്? അതിന്റെ കൂടെ നമ്മളെ ആളെ ലുക്ക് ഒന്ന് മാറ്റിക്കോണം. നമ്മളെ ആളെ ഷൂ കാര്യങ്ങളും എല്ലാം ഗായ്സ് മാറ്റിക്കോണം. നിങ്ങൾക്കിപ്പോ ഇന്റെ അടുത്തുള്ള വണ്ടികൾ കാണിച്ചു തരാം. എങ്ങനെയാണ് കാണിച്ചു തരാറുണ്ട്. നമുക്ക് ആദ്യം കാറിന്റെ ലുക്ക് കാണാം. ഇതാണ് ഗൈസ് നമ്മളെ സീൻ കാറ്. ഈ ഒരു കാറൊക്കെ ഗൈസ് കൈ കിട്ട എന്താ ചെയ്യാ? നിങ്ങളിത് കമന്റ് ചെയ്യണം ഗൈസ്. ഇതാണ് നമ്മളെ സൂപ്പർ വമ്പ സാധനം അറിയും. നമുക്ക് സ്വാപ്പ് കാറ്. ഓ ഗായ്സ്, നമുക്ക് കാർ സ്വാപ്പ് ചെയ്യാം. ഇത് നമ്മുടെ അടുത്തുള്ള കാർ. ഇതിപ്പോ നമ്മൾ ഉപയോഗിച്ചില്ല. ഇതിന്റെക്കാളും കുറച്ചുകൂടി പവർ കുറവാണ് ഈ മറ്റേ വണ്ടി. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാം. അപ്പൊ ഗായ്സ്, നമുക്ക് ഫസ്റ്റ് തന്നെ ബോഡി ഇവിടെ കുറെ വീലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഗായ്സ്, നമുക്ക് ഇന്ന് നമ്മളെ വണ്ടി ഒന്ന് ലുക്ക് മാറ്റണം. റിംസ് എങ്ങനെ ഗൈസ് ചേഞ്ച് ചെയ്യാ? ഗൈസ്, റിംസിന് വില ഉണ്ട്. ഏകദേശം ലുക്ക് നമുക്ക് ഇതെടുക്കാം. പൈസ നമുക്ക് ഒരു പേടില്ല. പൈസ റേസ് ചെയ്തെങ്കിൽ നമ്മൾ എടുക്കും ഗൈസ്. എന്തോ ഒരു സംഭവം ഉണ്ട് ഗൈസ്. ഗൈസ്, നമുക്ക് തൊക്കൊന്ന് ലുക്ക് ഇല്ല. ലാസ്റ്റത്തെ എനിക്ക് ഗായ്സ് ഇത് പിന്നെ ഇഷ്ടപ്പെട്ടു. നമുക്ക് എടുക്കാം. ഇതാണ് ഗായ്സ് നമുക്ക് റിംസ് ഇവിടെ കുറെ ഉണ്ടല്ലോ ഗായ്സ്. ചേഞ്ച് റിംസ് കുറെ ഉണ്ട് ഗായ്സ്. നല്ലൊരു രസമുള്ള റിംസ് എടുക്കാം. അപ്പോൾ ഗായ്സ്, ഈ റിംസ് എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായില്ലേ? ചെയ്തെടുക്കാം. എഡിറ്റിംഗ് നമുക്ക് കളർ എഡിറ്റ് ചെയ്യല്ലേ?
ഉഫ്. പിന്നെ ജോബിന്റെ ലുക്ക് ഗൈസ് പറയാൻ വെക്കില്ല. സെക്കൻഡറി സെക്കൻഡറി എവിടെ നമ്മളെ ബ്ലാക്ക് തന്നെ മതി. ബ്ലാക്കാ ചെറുപ്പുള്ളൂ. ചേഞ്ച് സൈസ് ചെറുപ്പ്. ഇത് മതി ഗൈസ്. ഇത് പിന്നെ ഒരു രസം തോന്നും. നമുക്ക് ഇനി അടുത്തത് ടയർ ചേഞ്ച് ചെയ്യാറുണ്ട്. ഓഫ് ഗൈസ്, ടയറുമ്പോ നമുക്ക് എന്തെങ്കിലും അടിച്ചല്ലേ. സ്പീഡ് ഹണ്ടേഴ്സ്. എവിടെ സ്പീഡ് ഹണ്ടേഴ്സ്? ഇത് മതി. സ്പീഡ് ഹണ്ടേഴ്സ് നല്ല പേര്. ദെൻ ടയർ കഴിഞ്ഞു. ഇനി ഗൈസ് ഇവിടെ നിന്നാണ് ഫണ്ട്. ഇവിടെ ഗൈസ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്താൽ കൊടുക്കാം. നമ്മളെ ഗൈസ് പൈസക്ക് ഒരു പേടിയും പഠിച്ചില്ല. പൈസ നമുക്ക് ഇഷ്ടം പോലെ. സ്പീഡ് ഹണ്ടേഴ്സ് ഇത് മതി. ഇത് പിന്നീട് ഗൈസ് ഈ വില കൂടുന്നതിനനുസരിച്ച് കണ്ട് നല്ല സാധനങ്ങളാക്കാരോ. ഹെഡ്ലൈറ്റ് ഗൈസ് മാറ്റാം. ഗൈസ് ഹെഡ്ലൈറ്റ് സീന്. ഹെഡ്ലൈറ്റ് നമുക്ക് ഏകദേശം ഒരു രസമുള്ള ഇത് മതി. പിന്നെ ചെറുപ്പം ഗൈസ് പർച്ചേസ്. ദെൻ സ്പ്ലിറ്റർ ഇപ്പൊ തലക്കാലം നമുക്ക് ഇതെടുക്കാം. ഇവിടെ നമുക്ക് ഇതാ നമ്മളവിടെ വെച്ചല്ലേ വെച്ചേക്കണം. അത് ഇവിടെ വെച്ചേക്കണം ഗൈസ്. നമുക്ക് ഫണ്ട് ഇവിടെ നമുക്ക് ചെയ്യണ്ട. നമ്മൾ ഇവിടെ ഒക്കെ ചെയ്തേക്കുള്ളൂ. ഇവിടെ നമ്മൾ ഇതെടുത്ത് ഗൈസ്. ഇത് മതിപ്പോ വെക്കാൻ. ദെൻ റിയർ റിംസ് നമുക്ക് അതേപോലെ തന്നെ മോഡിഫൈ ചെയ്യാം. സ്പീഡ് ഹണ്ടേഴ്സ് പിന്നെ ചെറുക്കവും കാര്യങ്ങളുണ്ടാവും. റിംസ് ലോക്കടോ മറ്റേ ലോക്കായിരുന്നു. കളറ് ബ്ലാക്ക്. നമുക്ക് എവിടേക്ക് ചെറിയൊരു കളർ മാറ്റുക. പ്രൈമറി കളറ് പറയണ്ട, ഒരു റെഡ് തന്നെ. ദെൻ ചേഞ്ച് റിമ്മ്. നമ്മൾ നേരത്തെ റിമ്മേതോ വെസ്റ്റ് പിന്നെ ലുക്ക് ഉണ്ട്. BBS നല്ല അമ്പിലുള്ളു. ഇതന്നെ ഗൈസ് ബാക്ക് ഇവിടെ. ലുക്ക് കൂടി ഗൈസ്. ദെൻ മേലെ സ്പീഡ് ഹണ്ടേഴ്സ്. ഗൈസ് നമുക്ക് ഈ ഒരു സാധനം വെക്കുക. ഇത് മതി സെറ്റ്. ഇനി ഇവിടെ മേലെ എന്തോ നമ്പർ പ്ലേറ്റ് എന്താ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഫ്രെയിം മാറ്റാം ഗൈസ്. ഇത് മതി. അല്ലെങ്കിൽ ഗൈസ് മറ്റേത് കുറച്ച് ചുരുക്കം. ഇത് മതി. ചേഞ്ച് ഫ്രെയിം. നീഡ് ഫോർ സ്പീഡ് അല്ലേ ഗെയിമിന്റെ പേരാണ്. എഡിറ്റ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം. പിന്നൊരു ചെറുക്കുള്ള കഴിച്ച് നമുക്ക് കുറച്ച് എഴുതാൻ വയ്ക്കുള്ളൂ. അപ്പോ കഴിച്ച് നമുക്ക് NFS തന്നെ ഇടാം. FS മതി ഗൈസ്. നമ്മൾ എക്സെപ്റ്റ് എടുത്ത് ഗൈസ്. നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മാറ്റാം. ഇതാണ് പിന്നൊരു ചൊറുക്കൊക്കെ കളിക്കണം. മറ്റേത് വലിയ ചൊറുക്കുണ്ടോന്നാ വലിയത്. ഡയലൈറ്റ്. ഗായ്സ് നമുക്ക് ഈ ബ്ലാക്കിനെ ഇഷ്ടം. ഒക്കെ സ്പീഡ് ഹണ്ടേഴ്സാണ് ഗായ്സ് ചൊറുക്കുള്ളൂ. സ്പോയിലർ ഇവിടെ ഇതാ സ്പീഡ് ഹണ്ടേഴ്സാ. പിന്നെയും കുറച്ചുകൂടി ചെറുക്ക് കൂടുണ്ട്. സ്പീഡ് ഹണ്ടേഴ്സ് ഞാൻ ഗായ്സ് പറഞ്ഞില്ലേ. ദെൻ സൗണ്ട് സിസ്റ്റം ഇത് വാങ്ങുക. ഇത് വേറെ ഇത് നമ്മളെ കാറിൽ ഫിക്സ് ആയിട്ടില്ല. ഇത് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തെടുക്കുക ഗൈസ്. റിയർ വീൽസ് ഇതൊക്കെ നമ്മളിപ്പോൾ അവിടെ ചെയ്താണ് ഗൈസ്. റിയർ നമുക്ക് ചുരുക്ക് മാറ്റാം. ഇങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ ഒരു ഇതുണ്ട്. ദെൻ ഗൈസ് മിറർ
മിറർ ഗൈസ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടൊക്കെ മിറർ ആക്കാം, പക്ഷേ അവിടെ ചെറുക്കുണ്ടാവില്ല, അവിടെയൊക്കെ വലിയ വലിയ വണ്ടിയൊക്കെ പോകും. ഇത് മതി. ദെൻ ഫുൾ സെറ്റ് എന്തെങ്കിലും വിൻഡോസ് അത് ഇട്ടുകൂടാനും ഇട്ട് കുറയാനായിട്ട് ഇങ്ങോട്ടെ. ദെൻ ഇത് മതി ഗൈസ്, ഇത് മതിയുള്ളൂ. ഫ്രണ്ട് ബമ്പർ ഇതൊന്നും കിട്ടില്ല ഗൈസ്, നമുക്ക് കിട്ടിയിട്ടില്ല. സ്പീഡ് ഹണ്ടേഴ്സ് ഇതൊക്കെ സ്പീഡ് ഹണ്ടേഴ്സ് ഇതൊക്കെ ചെറുക്കുണ്ട് ഗൈസ്. ഇത് മതി പൈസ ഏകദേശം എടുക്കണം. റിമൂവ് ബോർഡ് കസ്റ്റമൈസ് ആക്കുക തന്നെ മതി ഗൈസ്. ബോർഡ് ഗൈസ് നമ്മളിവിടെ കുറേ നമ്മൾ നോക്കിയിട്ട് തന്നെ ഇല്ല. ദെൻ ഗൈസ് നമ്മളെ ഏകദേശം വണ്ടിൻ്റെ ഫിനിഷ് ആക്കണം, അല്ലെങ്കിൽ ഫുള്ള് ഫിനിഷ് ആക്കണം അറിയാം. ഈ ഗൈസ് നമുക്ക് സെലക്ട് നമ്മൾ പോയി നമ്മളൊന്നും പോയിട്ടില്ല ഗൈസ്. എഫക്ട്സ് എഫക്റ്റ് കുറച്ച് കൂടി നൈട്രസ് ഗൈസ് നല്ല പൈസയാണ്. റെഡ് നല്ല പൈസ നമുക്ക് കത്തിച്ചാണ്. പൈസ അടുത്തുള്ള പൈസ പോയി ഗൈസ്. ഇതിനൊന്നും ഗൈസ് പൈസ അല്ല. നല്ല കളർ കാണല്ലോ. ഈ ഒരു കളറില് നല്ല സേവ് ചേഞ്ച് നമ്മുടെ സെറ്റായി. ഓ ഗൈസ് നമ്മളെ വണ്ടി എവിടെ നമുക്ക് ഗൈസ് നമ്മളെ സൂപ്പർ സ്റ്റാർ വണ്ടി ഇറക്കാൻ പോണു ഗൈസ്. ചൊറുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇനി കുറെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കുറെ വണ്ടികളാക്കാൻ. നമുക്ക് ഫസ്റ്റ് തന്നെ ഡീലർഷിപ്പ് പോവാം. ചൊറുക്ക് വണ്ടിന്റെ ചൊറുക്ക് പറയാൻ പറ്റില്ല. റെഡ് കളർ പിന്നെ സൂപ്പർ ആയി തോന്നുന്നു ഗൈസ്. നമ്മളെ വണ്ടിന്റെ ചെറുക്ക് ഗൈസ് എങ്ങനെയുണ്ട്? നല്ല സ്പീഡുണ്ട്. ഞാൻ വിചാരിച്ചേക്കാം ഗൈസ് നല്ല സ്പീഡ്. എഫക്ട്സ് കുറച്ച് കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പറഞ്ഞ നമ്മൾ പറഞ്ഞില്ല ഡീലർഷിപ്പ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഡീലർഷിപ്പ്. എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ഡീലർഷിപ്പ്. പോയൊക്കെ വണ്ടി കുറച്ചുകൂടി എഫേർട്സ് നമുക്ക് കൂടുതൽ കൊടുക്കാണ്ട് തന്നെ നല്ല ചീറി വാങ്ങി പോകുന്നുണ്ട്. വണ്ടി ഇഷ്ടപ്പെട്ട ഒരു നല്ല ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ വണ്ടി രക്ഷയില്ല. നല്ല സുന്ദരമായ പുതിയ ഇറക്കിയ വണ്ടിയാണ്. പിടിച്ചാതില്ല. ഡീലർഷിപ്പിന് ഇതാണ് ഗൈസ് ഡീലർഷിപ്പ്. ഇവിടുന്നാണ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിയത് ഗൈസ്. ഈ കണ്ടോളൂ നിങ്ങൾക്ക് കുറെ വണ്ടി. ഇതാണ് നമ്മളെ ആദ്യത്തെ വണ്ടി ഒന്ന്. ഇത് ഗൈസ് ഇതൊക്കെ വണ്ടി. ഇതില് ഞാൻ അടുത്ത വണ്ടി അറിയണ ഈ ഒരു വണ്ടിയാണ് ലോട്ടസ്. ഇതിന്റെ പേര് ലോട്ടസ് എന്നാണ്. ഇതാണ് ഗൈസ് ഞാൻ ഓരോ വണ്ടിയാണ്. നമുക്ക് ഈ ഒരു വണ്ടി അറിയണം. നിങ്ങൾക്ക് അറിയാലോ ഹോണ്ട ജാസ് ആണ് ഇത്. എനിക്ക് ഈ ഒരു വണ്ടി എടുക്കണം എന്നുണ്ട്. എന്റെ ക്ലാസ്മേറ്റ് ഒന്ന് പറഞ്ഞിരുന്നു ഇതേപോലത്തെ ഒരു വണ്ടി ഉണ്ട്, ഇതൊന്ന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഓരോ വണ്ടി അറിയണത് ജാസാണ്. അപ്പൊ എന്നോട് ഈ ഒരു വണ്ടി എടുക്കാൻ പറഞ്ഞിരുന്നു. നമുക്കിത് എടുക്കണം. നമ്മളെടുത്ത് അതിനൊക്കെ ഗായ്സ് ലെവല് വേണം. ഇത് ഗായ്സ് നിങ്ങളെ എന്ത് ഇഷ്ടപ്പെട്ട നിസാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. BMW നല്ല റേറ്റിംഗും കാര്യങ്ങളുണ്ട്. റേറ്റിംഗ് ഉണ്ട്. BMW ഈ മോഡലിന് 5.10 ആണ്
കാണിച്ചത്. മെർസഡസ് 6.6 ഓടിക്കൊക്കെ 4 ഗായ്സ്. സ്പീഡും കാര്യങ്ങളും കൂടുതലാണെങ്കിലും ഗായ്സ് ഇൻഫിനിറ്റി 7. ഗായ്സ് നമ്മളെ സ്വന്തം റേഞ്ച് റോവർ ഗായ്സ്, പറയാൻ പറ്റില്ല. ഇതൊക്കെ ഗായ്സ് കൈയൊക്കെ കിട്ടണം. റേഞ്ച് റോവർ ഇത് ഇവോക്കി പറഞ്ഞ മോഡലാണ്. ഡൊഡ്ജ് ചലഞ്ചറാണ് ഗായ്സ്. ഇതിന്റെ ഒക്കെ സ്പീഡ് റേറ്റിംഗ് 6 ആണെങ്കിലും ഗായ്സ് ഞാനിത് എടുക്കും ഈ വണ്ടി. ഇത് ഫോർഡ് ഗായ്സ്. നമ്മളെ സൂപ്പർ കാറുകളൊക്കെ കാണാതിരിക്കണുള്ളൂ ഗായ്സ്. സൂപ്പർ കാർ അവിടെ. ഇതൊക്കെ നമ്മളെ നോർമൽ വണ്ടി. ഫെറാറിന്റെ ഓൾഡ് മോഡലുണ്ട് ഗായ്സ്. നമുക്കൊക്കെ ലെവലിട്ടണം. നമുക്ക് ഈ ഏറ്റവും തലക്ക് എത്താൻ നേരത്തൊക്കെ ഉള്ള വണ്ടികൾ ഏതാണ് നോക്കട്ടെ. പോർഷെ ഗായ്സ്. പോർഷൊക്കെ 4 റേറ്റിംഗ് ഉള്ളു. എന്നാലും ഗായ്സ് ലംബോർഗിനി ഓൾഡ് മോഡലാണെങ്കിൽ സാധനം സൂപ്പർ. ഗായ്സ് ഇത് ഈ ഒരു വണ്ടി കൂടുതൽ ആൾക്കാർ നമ്മളെ ഇന്ത്യയിലുണ്ട്. ഇതേ ലുക്കുള്ള സാധനം. ഇതിനൊന്നും വലിയ ഇതില്ല, സ്പീഡും കാര്യങ്ങളും ഇല്ല. ഇത് ഹോണ്ട സോണിന് വേറെ വണ്ടി. പോളോ വോൾസ് വാഗന് ഗായ്സ്. സുബാരു ഫോർഡിന്റെ പിക്കപ്പ് ഗായ്സ്. അല്ല അതിന്റെ സാധനങ്ങളോ. ചെവർലെറ്റ് സൂപ്പർ സ്റ്റാർ ഇവിടുന്ന് കുറെ ഉണ്ട് ഗായ്സ്. ജാഗ്വാർ ഗായ്സ് നിസാൻ GTR. ഗായ്സ് നമ്മളെ സ്വന്തം GTR ഗായ്സ് ഇവിടെ. നിസാൻ GTR. ഇതിനൊക്കെ ഗായ്സ് 20 ലെവല് വേണം. നമുക്കൊക്കെ ലെവല് ഉള്ളിയുള്ളൂ. ഇതൊക്കെ നോർമൽ വണ്ടിയാണ്. ഇപ്പൊ ഗായ്സ് ലീവ് നമുക്ക് ഗായ്സ് നമുക്ക് കുറെ വണ്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. നമുക്കിപ്പോ തൽക്കാലം ലോട്ടസും കൊണ്ട് ഇതാക്കാം. ഗായ്സ് മഴ പെയ്യുന്നുണ്ട്. നമുക്കിപ്പോ തൽക്കാലം റേസ് നമ്മളെ ഡെക്സിന്റെ റേസ് ഉണ്ട് ഇവിടെ. ഈ അൺലോക്കാണ്. നമ്മളെ ആനന്റെ ഇതായിട്ടില്ലതാ. ആന ലോക്കാണ്. ആൻഡ് ഡെക്സ് ഉണ്ട് ഇവിടെ. ദിസ് ന്യൂ പുതിയ ഉണ്ട്. നമുക്കിപ്പോ ഡെക്സിന്റെ മെഷീൻ പോവാം. നമുക്ക് അവിടെ വെച്ച് നിർത്താം. നമുക്ക് പോവാം. നമ്മളെ നിസാൻ GTR ഒക്കെ ഉണ്ട് അവിടെ. കൈ കിട്ടി കഴിഞ്ഞാൽ സൂപ്പർ ഉണ്ടാവും വിചാരിച്ചപ്പോൾ ഉണ്ടാവും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. നിസാൻ GTR ഇവിടെ എടുത്താവുന്ന ഗായ്സുള്ള ഡെക്സിന്റെ മെഷീനുണ്ട്. ഗായ്സ് നമുക്ക് ഇപ്പൊ കാർ ചേഞ്ച്. പക്ഷെ ഞാൻ ചേഞ്ച് ചെയ്തു. ഇത് സൂപ്പർ കാർ ഇപ്പൊ അതാണ്. മെഷീൻ സ്റ്റാർട്ടഡ് 4 ക്യാപ്സിലോക്ക് ഉണങ്ങി ചൂടു. ഗായ്സ് നമുക്ക് നിസാൻ GTR കുറെ വണ്ടി ലംബോർഗിനിയൊക്കെ ഗായ്സ് എടുക്കണം. അപ്പൊ നമ്മൾ ആ ഡെക്സിന്റെ മെഷീൻ തുടങ്ങിയിരിക്കുന്നു. ഏതാ നമ്മളെ വണ്ടി ഗായ്സ്. നമ്മളെ വണ്ടിയാണ് ഒന്നുകൂടി കുട്ടവനായിട്ട്. നമ്മൾ വെറുതലും കൂടുതൽ കുറക്കാൻ നോക്കാണ്. ചെറുക്കാളെ എന്താ വെച്ചിട്ട്. ഗായ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോട്ടസ് തരൂ. ഗായ്സ് അടിച്ചു. എന്റെ മുന്നെടുക്കാൻ ആരൊക്കെയാണ് ഡെക്സാണ് ഗായ്സ് മുന്നിൽ. ഡെക്സിന് ഏകദേശം ഉച്ചുണ്ട്. വളരെ സൂപ്പർ പ്രോ അല്ലേ. This is my new car. What you are selling? നമ്മളായിട്ട് ഡെക്സിന്റെ കളി നമ്മളെല്ലാം പൊളിച്ചു പോകുന്നു. പുതിയ സ്ഥലത്തിന്റെ പോയില്ല. എയർപോർട്ട് കാണാൻ മാപ്പ് മനസ്സിലാവില്ല. ചില മാപ്പ് പറഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് വരുവാണ്. റോഡ് കൊടുത്തിട്ടോ ഡെക്സ് നല്ല പോരാടില്ല. എപ്പോഴും കാപ്പ് ബാഡായിരിക്കും. നമ്മളെ
ബാക്കില് ചില മെഷീന് ഡേലൊക്കെ പോയി വിട്ടെടുക്കാൻ പാടില്ല ഒരു ഇടിയിൽ നമ്മൾ പ്രോട്ടീന് പറയാൻ പാടില്ല നെക്സ്റ്റ് സീന് ഗൈസ് നെക്സ്റ്റ് പിന്നെ നമ്മളെ കൈ മുന്നിൽ തുടങ്ങും ഇങ്ങനത്തെ സ്ഥലത്ത് ചെറിയ ഇപ്പൊ മഴ ആയതുകൊണ്ടറിയില്ല കൺട്രോൾ നല്ല കിട്ടുന്നുണ്ടെങ്കിൽ വണ്ടിന്റെ മോഡിഫൈ രക്ഷയില്ല വെയിറ്റ് ഗൈസ് പിന്നെയും പൊളിച്ചു സെക്കൻഡാണ് ഞാൻ ഇനി മുതൽ ഞാൻ ചിലപ്പെങ്കിൽ വീഡിയോ ഇടാൻ സാധ്യതയില്ല കാരണം എക്സാമാണ് ഈ ഒരു വീക്ക് പറയുന്നത് ഞാൻ ടൈം കിട്ടുമ്പോൾ വീഡിയോ ഇടാനാണ് ഞാൻ എപ്പോഴും വെക്കില്ല സാറ്റർഡേ സൺഡേ ഞാൻ ആക്റ്റീവ് ആക്കാനും അന്ന് ഞാൻ എല്ലാ വീഡിയോ ഇടും 2 ദിവസം ഞാൻ മറക്കാണ്ടിടും ഈ ഒരാഴ്ച വെക്കില്ല ചെറിയൊരു എക്സാം ഉണ്ട് ഗൈസ് എൻ്റെ വണ്ടി ഗൈസ് സ്പീഡില്ല നമ്മള് ഏകദേശം എല്ലാവരും മുന്നിലെത്താനായി നമ്മളെ മുന്നിൽ പോണവരൊക്കെ 7 to 6 ഒക്കെയാണ് നമ്മൾ ഓരോ മുന്നിൽ ചടങ്ങ് കൊണ്ട് ഗൈസ് മുന്നിൽ 2 ഉണ്ട് ഗൈസ് നമ്മൾ പിന്നെ ഇതോരെ മുന്നിൽ ചാടി കുഴപ്പമില്ല ഗൈസ് ഓടി എത്രയും ബാക്കിലാണ് ഇപ്പൊ നമ്മളെ വണ്ടിന്റെ ചൊറുക്ക മാറ്റിക്കൊണ്ട് എല്ലാരും ഫോട്ടോ എടുക്കുമ്പോ ഫിനിഷ് ഫസ്റ്റ് നമ്മളാളെ ലുക്ക് എങ്ങനെ ഉണ്ട് നിങ്ങൾ കമന്റ് പറയണം ഡെക്സ് നല്ല ടൈമിൽ എത്തിക്കണം നമുക്ക് തൽക്കാലം ഇത് കഴിഞ്ഞിക്കൊണ്ട് ഞങ്ങൾക്ക് ഗാരേജിൽ പോവാം റോൾ ഫോർ ഡാമേജ് കംപ്ലീറ്റഡ് ഗൈസ് ഇപ്പൊ നമുക്ക് എന്തോ ഒരു സംഭവം കിട്ടി എന്തോ സംഭവം ഗൈസ് നമ്മളതാ ഇനി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് നമ്മൾ ഇതിലിങ്ങനെ കളിച്ചാലുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെഷീനും കാര്യങ്ങളും കിട്ടുക ഗൈസ് നമുക്ക് നമ്മളെ അടുത്ത് തന്നെയാണ് നമ്മളെ മെയിൻ എന്താണ് ഗാരേജ് എടുത്ത് പോവാം നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം പക്ഷെ ഞാൻ ഓടിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നാലും ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഗെയിമൊക്കെ ഞാൻ കളിക്കുന്നതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഈ ഒരു വീഡിയോക്ക് ചെറിയ ലൈക്ക് കിട്ടലുള്ളൂ അപ്പോൾ 25 ലൈക്കിൻ്റെ മേലക്കുമായ ഫിയർ ടു ഫെദർ എന്ന് പറഞ്ഞ ഗെയിം ഞാൻ കളിക്കുന്നതാണ് 4 ഗൈസ് നമുക്ക് ഇപ്പം നമ്മളടുത്ത് 15 ഉറുപ്പിക ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാം ചെയ്യാം ഗൈസ് ഇപ്പോൾ കൂടുതൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക എന്നാൽ ബൈ